തായ്ലൻഡ് കംബോഡിയ ആക്രമണത്തിൽ കൂടുതൽ ഏറ്റുമുട്ടലുകൾ, 1,00,000-ലധികം പേർ പലായനം ചെയ്തതായും 14 പേർ മരിച്ചതായും റിപ്പോർട്ട്. നയതന്ത്ര പുനഃസ്ഥാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി പ്രധാനമന്ത്രി മാലിദ്വീപിലെത്തി. ഇന്ത്യൻ വംശജരുടെ ഉജ്ജ്വലമായ സ്വീകരണം. പ്രശസ്ത നടൻ കമൽ ഹാസൻ രാജ്യസഭയിൽ പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണം സംബന്ധിച്ച ജനകീയ ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ. പിടികൂടിയത് കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന്.